ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് ഷോപ്പിങ്ങിന് പോവാണ്. കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറി, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഡ്രസ്സ് മാറി നമ്മൾ പോവാണ്. ഇന്ന് നല്ല അടിപൊളി, അപ്പോൾ ഇന്ന് നല്ല വെതറാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ സമ്മർ തുടങ്ങി. പിന്നെ കഴിഞ്ഞ ആഴ്ച വരെ നല്ല മഴയും തണുപ്പൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വെയിലൊക്കെ വന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെതറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ കൂടി 3 മാസമൊക്കെയാണ് നമുക്ക് ഇതേപോലെ നല്ല വെയിലുദിച്ച ദിവസങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ പരമാവധി ഇങ്ങനത്തെ വെയിലുള്ള ദിവസങ്ങൾ വരുമ്പോൾ പുറത്തിറങ്ങി നടക്കുക. എങ്കിൽ മാത്രമാണ് നമുക്കൊരു മനസ്സമാധാനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷൻ അടിച്ച് ചത്തുപോകും അല്ലേ യേശു? അപ്പം ഇന്ന് നല്ല വെയിലുള്ളതുകൊണ്ട് നമ്മൾ സൺസ്ക്രീൻ തേച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികൾക്കായാലും നമുക്ക് വലിയവർക്കായാലും തേക്കാൻ പറ്റുന്ന മോയ്സ്ചറൈസിങ് ക്രീമാണ് ലിപ്പിക്കാറിൻ്റെ ക്രീം. കഴിയാറായി തേച്ച്. പിന്നെ സൺസ്ക്രീൻ ആയാലും കുട്ടികൾക്കും എല്ലാവർക്കും തേക്കാൻ പറ്റുന്നത് ലിപ്പിക്കാറിൻ്റെ തന്നെ സൺസ്ക്രീൻ. അപ്പോൾ അവൾ ഓൾറെഡി തേച്ച് കഴിഞ്ഞു ക്രീം, മോയ്സ്ചറൈസിങ് ക്രീം തേച്ച് കഴിഞ്ഞു. പിള്ളേർക്കായാലും നമ്മളിവിടെ മോയ്സ്ചറൈസിങ് ക്രീം തേക്കണം കേട്ടോ, അല്ലെങ്കിൽ അവർക്ക് എക്സേമൊക്കെ വരും. ഇപ്പോൾ യസുവിനായാലും സ്റ്റാർട്ടിങ്ങിൽ ഞാൻ മോയ്സ്ചറൈസിങ് ക്രീമൊന്നും തേച്ചിരുന്നില്ല. അത് കാരണം അവൾക്ക് ചെറുതായിട്ട് എക്സീമൊക്കെ വന്നായിരുന്നു. അപ്പോൾ അത് മാറ്റാനായിട്ട് പിന്നെ നമ്മൾ വേറെ ക്രീമൊക്കെ തേക്കേണ്ടി വന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടേ ഇപ്പോൾ ജർമ്മനിയിലോട്ട് കുട്ടികളായിട്ട് വരുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് പുതിയത് വരുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ കുട്ടികൾ ജനിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ആദ്യമേ തൊട്ട് തന്നെ തേച്ച് തുടങ്ങാം. വേറെ പുതിയതിട്ട് തരാം. തേക്ക് സോ ഇതിൽ നോക്കി തേക്ക്, അപ്പോൾ കാണാൻ പറ്റും. അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എസ്തൂന് അങ്ങനെ മോയ്സ്ചറൈസിങ് ക്രീമൊന്നും തേക്കാത്ത കാരണം അവൾക്ക് ഞാൻ പറഞ്ഞല്ലോ എക്സീമ വന്നായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റ് അല്ലല്ലോ ഇവിടെ, അപ്പോൾ നമ്മളത് തേക്കണം, നാട്ടിലായാലും തേക്കണം. അപ്പോൾ അത് എക്സീമ വന്ന സമയത്ത് ഇവൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തൊരു ക്രീമാണ് ന്യൂറോഡേമിൻ്റെ ഫ്ലീഗേ ക്രീം. ബേസിക് ഇങ്ങനത്തെ എക്സീമൊക്കെ വരുമ്പോൾ അതിന് തേക്കാവുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇവിടെ ഇരിക്കുന്ന ക്രീം. അപ്പം ഞാൻ ഇവൾക്ക് ചെറുപ്പം തൊട്ട് തേക്കുന്നത് ലിപ്പിക്കാറാണ് കേട്ടോ. നല്ല ക്രീമാണ്. ഇവിടുത്തെ ഡോക്ടേഴ്സ് ആയാലും റെക്കമെൻഡ് ചെയ്യുന്നതാണ് അല്ലേ? കൈമൊക്കെ തേക്കേ, അല്ലെങ്കിൽ സൂര്യാഘാതം ഏൽക്കും. സൂര്യൻ പറയേ, സൂര്യൻ വന്ന് മുടി കെട്ടാം. ഇങ്ങോട്ട് നോക്കിയേ. Hello guys, now sad. ഇന്ന് നല്ല ചൂടാണ്. Mommy, that's a ചൂട്. എനിക്കിപ്പോൾ എന്നെ വയ്യാണ്ടായി. touch. എങ്ങനെയുണ്ട് മുടി കെട്ടിയത്? നോക്കിയേ. Copper ഇല്ല. ഭംഗിയില്ലേ? ഇല്ലേ? ഇല്ല. ഭംഗിയില്ല? അയ്യ അങ്ങനെ കെട്ടണ്ട. അങ്ങനെ കെട്ടിയാലേ ഒന്നും ഉണ്ടാവില്ല. ഇനി ഞാൻ മുടി കെട്ടട്ടെ, അപ്പയുടെ അടുത്ത് പോക്കോ. ബൈ. അപ്പം ഞങ്ങൾ 2 പേരുടെയും ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ 4 പേരും കൂടി ടാറ്റ പോവാണ് അല്ലേ? ടാറ്റ പറഞ്ഞേ. ടാറ്റ. അപ്പം നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് മീൻ കടയിലേക്കാണ്. മീനും ചെടികളൊക്കെ ഉള്ള ഒരു കട. ആ കണ്ടാണ് കട. കമോൺ. പറഞ്ഞ
കാറ്റേ എന്ന് വിളിച്ച അപ്പൊ നമ്മള് മീൻ വാങ്ങിച്ചില്ല, അതിന് പകരം ചെടി വാങ്ങിച്ചിട്ട് ഇറങ്ങി. കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കിടക്കണം, അലിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ സമാധാനം വേണം. Thank you. Baby for this. I read the thousand from baby better. Without telling me. നമ്മളിപ്പോൾ ചെടിക്കടയിലാണ് തിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് വിത്തുകൾ വാങ്ങിക്കാൻ പോകണം. പച്ചക്കറികളുടെ പൂക്കളുടെയൊക്കെ വിത്തുകൾ ഇതേപോലെ വാങ്ങിക്കുന്നുണ്ട്. ഇത് വാങ്ങിച്ചിട്ട് നടാൻ. നമ്മുടെ ചെമ്പരത്തി പൂ ഇവിടെയുണ്ട്. ചെമ്പരത്തിയുടെ വില വരുന്നത് 15 യൂറോ. നമ്മുടെ വാഴയുണ്ട് കേട്ടോ ഇവിടെ. വാഴയ്ക്ക് ഇവിടെ 5 യൂറോ, അല്ല 4 യൂറോ. കുഞ്ഞു വാഴ. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് നെതർലാൻഡ്സിൽ എത്തിയിട്ടാ. ഇവിടെ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല, ഇവിടെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോവാണ്. സമ്മറൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ കുറച്ച് പെയിൻറ്റ് പണിയൊക്കെ ഇനിയുണ്ട്. അപ്പോൾ അതിനായിട്ട് പെയിൻറ്റും ബ്രഷും അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമുക്ക് ഈ ആക്ഷനിൽ നിന്ന് കിട്ടും. അതല്ലെങ്കിൽ ബൗ ഹൗസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റോറുണ്ട്, അവിടെ നിന്നും കിട്ടും. അപ്പോൾ നമ്മൾ ആക്ഷനിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകുന്നത് നെതർലാൻഡ്സും അങ്ങോട്ട് ജർമ്മനിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അടുത്താണ്, എളുപ്പമാണ്. ഇത്ര മിനിറ്റ് ബസ്സിലൊക്കെ 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ബസ്സിൽ വന്നാൽ നെതർലാൻഡ്സിൽ എത്തും. അപ്പോൾ നമ്മളിനി ആക്ഷനിലോട്ട് ഷോപ്പിങ്ങിന് പോവാണ്. എന്താ ബ്രഷ്. വീട്ടിൽ വന്നു. അപ്പം നമ്മൾ വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടാ. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വയ്യാണ്ടായി വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ചോറുണ്ടിട്ട് കുറച്ച് നേരം സിനിമയൊക്കെ കണ്ട് കിടന്നുറങ്ങും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ.